പൊതുവെ എനിക്ക് അത്ര താല്പര്യമില്ലാത്തൊരു കളറാണ് ഈ ഒരു കളർ. ഓറഞ്ചാണോ പീച്ചാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഈ ഒരു കുർത്തി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇത് ഞാൻ എടുത്ത്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന കുർത്തീസൊക്കെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഭയങ്കര അഫോർഡബിൾ റേറ്റിന് വാങ്ങിച്ചാണ് കേട്ടോ. എനിക്ക് കുറച്ച് പേരൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചായിരുന്നു, എന്താ ഇപ്പോൾ റിവ്യൂ വീഡിയോസ് ഇടാത്തതെന്നും പറഞ്ഞ്. നല്ല വയ്യാഴികയാണ് മക്കളെ, ഫിസിക്കലി ഒട്ടും വയ്യ. അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾ നല്ല ബുദ്ധിമുട്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ ഈ കാണിച്ച 4 കുർത്തിയും അടിപൊളിയാണ്, നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. എല്ലാത്തിനെയും ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. കോളേജ് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ അടിപൊളിയാണ്. വീഡിയോ എടുത്തു കഴിഞ്ഞ് ഞാനും ചെറിയതും എല്ലാം കൂടെ ഒന്ന് മണ്ണാർക്കാട് വരെ പോയതാണ് കേട്ടോ. ചെറിയത് വന്ന സ്ഥിരമായിട്ട് വരുന്ന സ്പോട്ടാണ് ഈ ഒരു സദ്യ സ്പോട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഒരു മഷ്റൂം ഒക്കെ നമ്മൾ സൈഡായിട്ട് ഓർഡർ ചെയ്തതാണ്. പക്ഷേ ആ മഷ്റൂം ഭയങ്കര ഒരു പഴകിയ ചുവയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു കൊടുത്ത്. സദ്യയും അത്ര പോരായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ലാസ്റ്റത്തെ വരവാണ് ഈ സദ്യ കഴിക്കാൻ വന്നത്. ഇനി മേലാൽ ഞങ്ങൾ വരില്ല. അങ്ങനെ ജല്ലുവിന് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെയുള്ള ഒരു കടയിൽ കയറി. നമുക്ക് നാളെ ഒരു കല്യാണം ഉണ്ട്, അപ്പോൾ അതിന് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1, 2, 3 ട്രയൽ ചെയ്തിട്ട് നമ്മൾ ഒരെണ്ണം ഫിക്സ് ചെയ്ത് അസുവാക്ക് കേക്കും വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക്. കേക്ക് മുറിക്കുമ്പം ഒരു ഹാപ്പി ബർത്ത്ഡേ പാട്ട് അത് മസ്റ്റാണ് കേട്ടോ ഇയാൾക്ക്. കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മേമാട് അങ്ങോട്ടാണ് പോയത്. നിത വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ, അതായത് ഗോവയിലേക്ക്. ഞങ്ങളെ എന്നപ്പം അവൾ സാധനങ്ങളൊക്കെ അതേ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പോയാൽ പിന്നെ 4-5 മാസം കഴിഞ്ഞിട്ടായിരിക്കും ആൾ തിരിച്ചു വരുന്നത്. കാരണം അവൾക്ക് ഇപ്പോൾ ട്രെയിനിങ് നടക്കുവാണ് കേട്ടോ. ട്രെയിനിങ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടേ ആൾ വരത്തുള്ളൂ. അപ്പം ഒപ്റ്റോമെട്രിസ്റ്റായിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ അന്നത്തെ രാത്രി തന്നെ അവൾ ഗോവയിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ.